Mamma's dishwash liquid. Soft on hands. ഇന്ന് രാവിലെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. ഡൽഹിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൻ്റെ സൂചികാ ബോർഡ്. ഈ സൂചികാ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹൈവേയിലൊക്കെ ഒരു സൂചികാ ബോർഡില്ലേ, അതേപോലെ ഒരു ബോർഡ് ഡൽഹിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിലേക്ക് എത്തുമെന്ന് കാണിച്ചിട്ടുള്ള ഒരു ബോർഡ്. ഈ ബോർഡ് കണ്ടപ്പോൾ ഹിന്ദു സേനയുടെ പ്രവർത്തകർക്ക് ഹാലിളകി. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പോസ്റ്റർ തയ്യാറാക്കി. ആ പോസ്റ്ററിൽ എഴുതി വെച്ചു, ജിഹാദി ടെററിസ്റ്റ് ഇസ്ലാമിക് സെൻറ്റർ. ആ സൂചികാ ബോർഡിൽ കൊണ്ടുപോയിട്ട് ഈ പോസ്റ്റർ പതിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ ചിത്രം വൈറലായി വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു. അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സംഭവം ഹിന്ദു സേനക്കാർ ഒരു വർഗീയ കലാപത്തിന് ശ്രമിച്ചതാണ്. അതായത് ഇതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ പ്രകോപിതരായിട്ട് തങ്ങളെ ആക്രമിക്കും, ആ അവസരം മുതലെടുത്തിട്ട് തിരിച്ചാക്രമിക്കും. അങ്ങനെ പല വിഷയവും അവർ ഇതിൽ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ സംഭവിച്ചതോ തിരിച്ചടിക്കുമേൽ തിരിച്ചടിയാണ്. BJPയുടെ ആപ്പീസ് പൂട്ടി എന്ന് വേണം പറയാൻ. ഹിന്ദു സേനയുടെ പ്രവർത്തകരും നേതാക്കന്മാരും വർഗീയത പൂണ്ട് പോസ്റ്റർ ഒട്ടിച്ചത് ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൻ്റെ സൂചികാ ബോർഡിൽ തന്നെയാണ്. പക്ഷേ കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൻ്റെ തലപ്പത്തിരിക്കുന്ന സിറാജുദ്ദീൻ ഖുറേഷി എന്ന് പറയുന്ന ആൾ BJPയുടെ ആളാണ്. അതായത് മുസ്ലിങ്ങളെ BJPയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെയുള്ള BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ കണ്ടെത്തിയ ഒരു പാലമാണ് ഈ സിറാജുദ്ദീൻ ഖുറേഷി എന്ന മാംസ വ്യാപാരി. ആ സിറാജുദ്ദീൻ ഖുറേഷിയാണ് നിലവിൽ ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത്. മോദിയുമായി ബന്ധപ്പെട്ട അഥവാ സ്വച്ഛ് ഭാരത് പോലെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ സെൻറ്ററിൻ്റെ കീഴിലുള്ള ഹാളിലാണ്. ആകെ നാറിപ്പോയി. BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡിൽ പോയിട്ടാണ് ഹിന്ദു സേനക്കാർ ഇങ്ങനെ എഴുതിയത്. അവസാനം ആകെ നാണം കെട്ട് ഇവന്മാര് ഓടിപ്പോയി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ചു ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.